നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസ യുദ്ധം തുടരുന്നതിനിടെ ഇസ്രയേൽ ലെബനൻ അതിർത്തിയിലും സംഘർഷം വീണ്ടും ശക്തമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇസ്രയേൽ സൈന്യം ലെബനന്റെ തെക്കൻ ഭാഗങ്ങളിൽ ലക്ഷ്യമിട്ട വ്യോമാക്രമണങ്ങൾ തുടരുകയാണെന്ന് അറിയിച്ചു. ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളുമാണെന്നാണ് ഇസ്രയേൽ പറയുന്നത്. തെക്കൻ ലെബനനിലെ വലിയ ഭൂഗർഭ തരംഗങ്ങളിൽ ഒന്ന് ഇസ്രയേൽ സൈന്യം ആക്രമിച്ചു തകർത്തു. 200 മീറ്റർ നീളവും 25 മീറ്റർ ആഴവുമുള്ളതാണ് ഈ തുരങ്കം. ഇവിടെ നിന്ന് നൂറുകണക്കിന് ആയുധങ്ങളും മിസൈൽ വിക്ഷേപണികളും കണ്ടെടുത്തെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. തെക്കൻ ലെബനനിലെ മജ്ദൽ സോൺ നഗരത്തിന് താഴെയായി കണ്ടെത്തിയ 200 മീറ്റർ നീളമുള്ള തുരങ്കമാണ് ഇത്തരത്തിലുള്ള വലിയ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഒന്ന്. ലെബനനിലെ ഹിസ്ബുള്ള മിലിറ്റന്റ് ഗ്രൂപ്പിന്റെ അധീനതയിലുണ്ടായിരുന്ന ഈ തുരങ്കത്തിൽ ആയുധങ്ങളും വിക്ഷേപണികളും സൂക്ഷിച്ചിരുന്നു. ജൂൺ മാസ അവസാനം ഇസ്രയേൽ പ്രതിരോധ സേന നടത്തിയ നിയന്ത്രിത സ്ഫോടനത്തിലൂടെയാണ് ഈ തുരങ്കം തകർത്തത്. ഈ സ്ഫോടനം വടക്കൻ ഇസ്രയേലിൽ വരെ പ്രകമ്പനം സൃഷ്ടിക്കുകയും ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ദക്ഷിണ ലെബനനിൽ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ കേന്ദ്രങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും ലക്ഷ്യമിട്ട് ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. US മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാറിന് ശ്രമിച്ചുവെങ്കിലും ഇസ്രയേൽ സേന പ്രദേശത്ത് തുടരുമെന്ന് വ്യക്തമാക്കിയതോടെ ഹിസ്ബുള്ള ഈ ധാരണ തള്ളുകയും സായുധ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിലവിലെ സംഘർഷത്തിൽ 4192-ലധികം പേർ കൊല്ലപ്പെടുകയും 1.2 ദശലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കാൻ US-ന്റെ മധ്യസ്ഥതയിൽ സുരക്ഷാ ക്രമീകരണത്തിന് ലെബനനും ഇസ്രയേലും ധാരണയിലെത്തിയിരുന്നു. 2 ദിവസം പിന്നിടുമ്പോഴാണ് പുതിയ ആക്രമണം ഇപ്പോൾ ഉണ്ടായത്. കരാർ പ്രകാരം ദക്ഷിണ ലെബനനിലെ ചില മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം ഘട്ടം ഘട്ടമായി പിൻവാങ്ങുകയും അവിടെ ലെബനൻ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്യാനാണ് തീരുമാനം. എന്നാൽ വിപുലീകരിച്ച സുരക്ഷാ മേഖലയിലെ ചില ഭാഗങ്ങളിൽ ഇസ്രയേൽ സേന തന്നെ തുടരും. ഇസ്രയേലിന്റെ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ഹിസ്ബുള്ള ആരോപിച്ചു. വെടിനിർത്തൽ ഇതുവരെ പാലിച്ച തങ്ങൾ എല്ലാ ലംഘനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും ഹിസ്ബുള്ള സംഘടന വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ കരാർ ഇസ്രയേലിന് കീഴടങ്ങുന്നതിന് തുല്യമാണെന്ന് വിമർശിച്ച ഹിസ്ബുള്ള നേതാവ് നയീം ഖാസിം കരാറിനെ തള്ളിക്കളഞ്ഞു. സായുധ ചെറുത്തുനിൽപ്പ് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ദക്ഷിണ ലെബനനിലെ സുരക്ഷാ മേഖലയിൽ ഇസ്രയേൽ സൈന്യം തുടരുമെന്ന് നെതന്യാഹു പറഞ്ഞു. ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും വടക്കൻ ഇസ്രയേൽ പ്രദേശങ്ങളിലെ ജനങ്ങൾക്കുള്ള ഭീഷണി ഇല്ലാതാക്കുകയും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിന് മണിക്കൂറുകൾക്ക് മുമ്പ് നബതിയ മേഖലയിൽ റോക്കറ്റ് ലോഞ്ചറുമായി എത്തിയ ഹിസ്ബുള്ള അംഗങ്ങളെയും അവരുടെ റോക്കറ്റ് ലോഞ്ചറിനെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഇറാൻ യുദ്ധത്തിന് സമാന്തരമായി തുടരുന്ന ഈ സംഘർഷത്തിൽ ഇതുവരെ 10 ലക്ഷത്തിലധികം ലെബനൻ പൗരന്മാർ ഭവനരഹിതരായിട്ടുണ്ട്. വിശാലമായ യുദ്ധം അവസാനിപ്പിക്കാൻ 2 ആഴ്ച മുമ്പ് ഒപ്പുവെച്ച ധാരണയുടെ ഭാഗമായി ലെബനനിലെ സംഘർഷവും അവസാനിപ്പിക്കും എന്ന് US വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ഹിസ്ബുള്ളയും ഇറാനും പറയുന്നു. അതേസമയം ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയും ഇസ്രയേലിന്റെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് റോക്കറ്റുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ സുരക്ഷിത മേഖലകളിലേക്ക് മാറിയിരിക്കുകയാണ്. ഇരുഭാഗത്തും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ പോലും വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുമുണ്ട്. ഐക്യരാഷ്ട്രസഭ ഇരുപക്ഷത്തോടും പരമാവധി സംയമനം പാലിക്കാൻ അഭ്യർത്ഥിച്ചു. സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിനും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ തിരിച്ചടിയാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണെന്നും അറിയിച്ചു. ഈ സംഘർഷം വ്യാപിച്ചാൽ അതിന്റെ പ്രത്യാഘാതം എണ്ണവില, അന്താരാഷ്ട്ര വിമാന സർവീസുകൾ, വ്യാപാരം എന്നിവയിലും പ്രതിഫലിക്കാൻ ഇടയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളും സ്ഥിതിഗതികൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. ഇപ്പോൾ ലെബനൻ ഇസ്രയേൽ അതിർത്തിയിൽ പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇടയ്ക്കിടെയുള്ള ആക്രമണങ്ങളും തിരിച്ചടികളും തുടരുന്നതിനാൽ സാഹചര്യം അതീവ ആശങ്കാജനകമാണ്. അടുത്ത ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ തീർച്ചയായും നിർണായകമായിരിക്കും. വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ വെച്ച് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച സമാധാന കരാർ പ്രകാരം ഇസ്രയേൽ സൈന്യം പിന്മാറണമെങ്കിൽ ഹിസ്ബുള്ള നിരുപാധികം ആയുധം വെച്ചടങ്ങണം. എന്നാൽ ഈ വ്യവസ്ഥകൾ ലെബനന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നാരോപിച്ച് ഹിസ്ബുള്ളയും ലെബനൻ പാർലമെന്റ് സ്പീക്കർ നബീബ് ബെറിയും ഇതിനെതിരെ രംഗത്തു വന്നു. ഹിസ്ബുള്ളയെ പൂർണ്ണമായി നിരായുധരാക്കുന്നതുവരെ തങ്ങളുടെ സൈന്യം ലെബനൻ മണ്ണിൽ നിന്ന് 1 മില്ലിമീറ്റർ പോലും പിന്നോട്ടില്ല എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കി.
അതേസമയം ഇറാനുമായുള്ള തുടർ ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേരത്തെ രൂപപ്പെടുത്തിയ ഇടക്കാല കരാറിന് പരസ്പര ആക്രമണങ്ങൾ ഭീഷണി സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ ഈ ആഴ്ച ഇത്തരമൊരു ചർച്ചയ്ക്കുള്ള സാധ്യത ഇറാൻ നിഷേധിച്ചിരിക്കുകയാണ്. US അധികൃതരുമായി ദോഹയിൽ ചർച്ച നടത്തുന്നതിനുള്ള പദ്ധതികൾ ഒന്നും തന്നെ തയ്യാറാക്കിയിട്ടില്ല എന്ന് ഇറാനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. അതിനിടെ ഖത്തർ കൈവശം വെച്ചിരിക്കുന്ന തങ്ങളുടെ $12 ബില്യൺ വരുന്ന സ്വത്തുവകകളിൽ $6 ബില്യൺ രാജ്യത്തിന് വിട്ടുനൽകണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആവശ്യപ്പെട്ടു. ഇതിനെല്ലാം ഇടെ ഗസയിലെ ഇസ്രയേൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇസ്രയേൽ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണത്തിൽ 3 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. മധ്യ ഗസയിലെ ദെയർ അൽ ബലാഹിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 8 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 3 പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വദി സൽഖ പാലത്തിന് സമീപമാണ് ആക്രമണം നടന്നത്. കൂടാതെ തെക്കൻ ലെബനനിലെ അൽമൻസാലയിലും ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണം നടന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ജൂൺ 17-ന് ചരിത്രപരമായ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു. ഈ ധാരണ പ്രകാരം ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധമുഖങ്ങളിലും ഉടനടി സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഇറാനെതിരെയുള്ള ഉപരോധങ്ങളിൽ ഇളവ് വരുത്താനും തീരുമാനവുമായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ ഇരു രാജ്യങ്ങൾക്കും 60 ദിവസത്തെ സമയവും അനുവദിച്ചു. വെടിനിർത്തൽ നിലവിലുണ്ടായിരുന്നിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങളുടെ അനുമതിയില്ലാതെ കടന്നുപോയ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഇതിനു മറുപടിയായി അമേരിക്കൻ സൈന്യം ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്തി. കരാർ ലംഘിച്ചാൽ ഇറാന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ നിലവിൽ ഇരുവിഭാഗവും താൽക്കാലികമായി ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ധാരണയായിട്ടുണ്ട്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ജൂൺ 30-ന് നടക്കാനിരുന്ന ചർച്ചകളെക്കുറിച്ച് അമേരിക്കയും ഇറാനും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് പുറപ്പെടുവിച്ചത്. ഇതിനെ തുടർന്ന് കടുത്ത ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും നിലനിൽക്കുന്നു. ചർച്ചകളുടെ ഔദ്യോഗിക ഫലത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇനിയും പുറത്തുവന്നിട്ടില്ല. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരേഡ് കുഷ്ണറും ദോഹയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർ ഇറാൻ പ്രതിനിധികൾക്ക് പകരമായി ഖത്തറിലെ മധ്യസ്ഥരുമായാണ് ചർച്ച നടത്തുന്നത്. ഇറാന്റെ മരവിപ്പിച്ച $6 ബില്യൺ ഫണ്ട് ഖത്തർ ഇതുവരെ ഇറാനിലേക്ക് കൈമാറിയിട്ടില്ലെന്നും വക്താവ് അറിയിച്ചു. ഇറാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ചൊവ്വാഴ്ച ദോഹയിൽ ചർച്ച നിശ്ചയിച്ചതെന്ന് US പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക ധാരണാപത്രം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിനിധികളെ അയച്ചതെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. ഇറാന്റെ മറുപടി ഈ ആഴ്ച അമേരിക്കയുമായി യാതൊരുവിധ നയതന്ത്ര ചർച്ചകളും നിശ്ചയിച്ചിട്ടില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായിയും മുതിർന്ന ചർച്ചക്കാരൻ കാസിം ഗരീബാബാദിയും പൂർണ്ണമായി പറഞ്ഞു. എന്നാൽ കരാർ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കാൻ ഈ ആഴ്ച അവസാനം ഒരു സാങ്കേതിക വിദഗ്ധ സംഘത്തെ ദോഹയിലേക്ക് അയക്കുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ചർച്ചകളെ ചൊല്ലി തർക്കമുണ്ടെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുഗമമാക്കാനും പരസ്പരമുള്ള സൈനിക ആക്രമണങ്ങൾ താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കാനും ഇരുവിഭാഗവും ധാരണയിലെത്തിയിട്ടുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.